ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മുരിഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ഒരു വട റെസിപ്പി ആയിട്ടാണ്. ദോശമാവും റവയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ടേസ്റ്റി വട ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് റവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. ഇപ്പോൾ ഇത് റവയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആദ്യം തന്നെ 1 ഗ്ലാസ് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു മാവ് കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്നും കൂടി ലൂസാക്കി എടുക്കണം. അതിനായിട്ട് 1 ഗ്ലാസ് ദോശമാവ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അധികം ലൂസ് ആവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. നമുക്ക് കയ്യിലെടുത്തൊന്ന് ഷേപ്പാക്കി എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. ഇനി ഇതുപോലെ കുറച്ച് മാവ് എടുത്തൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ വടയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള വട റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ വടകളും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു വട കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് കോക്കനട്ട് ചട്നിക്കൊപ്പം കഴിക്കാം, അല്ലെങ്കിൽ ചൂട് ചായക്കൊപ്പം കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.